ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാണ്. കുട്ടഞ്ചേരിയിലാണ് കേട്ടോ പോയത്. തലേന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉത്സവമായതുകൊണ്ട് ചന്ത എന്നാണ് കേട്ടോ പറയാം. അവിടെ പോയി തൊഴാനൊന്നും പറ്റിയില്ല. ഭയങ്കര തിരക്കായതുകൊണ്ട് ചന്തയിലൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി യന്ത്രൂഞ്ഞാലൊക്കെ കയറി അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് രാവിലെ മക്കളെ എടുക്കാതെ അവർ നല്ല ഉറക്കമാണ്. അപ്പോൾ അവരെ വിളിക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഏട്ടനും കൂടി അമ്പലത്തിലൊന്ന് തൊഴാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മഞ്ഞുണ്ട്, ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ കരുതി വീട്ടിലെത്തിയിട്ട് ഏട്ടൻ്റെ അമ്മ ഇതുവരെ കർണാടകയിൽ വന്നിട്ടില്ല. അപ്പോൾ അമ്മേനെയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്പലത്തെ ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്നൊക്കെ കരുതിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാത്രം രാവിലെ ഒന്ന് ഇറങ്ങിയാണ്. നിങ്ങൾക്ക് കാണാതെ നന്ന രാവിലെ ആയതുകൊണ്ട് തന്നെ അവർ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും അവർ തുറന്നിട്ടില്ല. എല്ലാം അവർ അടച്ചിട്ടേക്കുവാണ് കേട്ടോ. പിന്നെ അത് രാവിലെ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുത് വീട്ടിൽ വന്നു കേട്ടോ. ഒരു ഉച്ചയായപ്പോഴേക്ക് സച്ചിമോൻ ഒരു ചെറിയൊരു പണി തന്ന്. ആ പണിയാണ് അവൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാനും മോളോട് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോയായിരുന്നേ. അപ്പോൾ അവിടെ എത്തി, ആ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ വിളിച്ചിട്ടോ, പറ്റിയ മോനെ ഒന്ന് വീണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് ആള് വീണിട്ട് ചുണ്ടിൻ്റെ താഴെ, അതായത് താടിയെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ആഴത്തിലുള്ളൊരു മുറിവ് കാണാൻ ചെറുതാണ്, പക്ഷേ നല്ല ആഴത്തിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബേബിയിലാണ് അവിടെ അടുത്തൊരു ക്ലിനിക്കിൽ ആദ്യം കാണിച്ചപ്പോൾ അവർ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബേബിയിലോട്ട് വന്നതാണ്. കൃഷ്ണകുമാർ സാറിനെയാണ് നമ്മളവിടെ കൺസൾട്ട് ചെയ്തത്. അപ്പോൾ സാർ അവിടെ അഡ്മിഷൻ ആക്കിയിട്ടോ. അങ്ങനെ മോൻ്റെ ഒരു ഹൈറ്റും അതുപോലെ അവൻ്റെ വെയിറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഇതാണ്ടോ നമുക്ക് സിസ്റ്റർ, നമ്മൾ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സിസ്റ്റർ ഇതായിരുന്നു. നല്ലൊരു ബിഹേവിയർ ആണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ അവർ റൂമിലേക്ക് മാറ്റി. അങ്ങനെ നമുക്ക് കിട്ടിയ റൂമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ പൈപ്പിൻ്റെ മുകളിൽ, ടാപ്പിൻ്റെ മുകളിൽ പൈപ്പ് വലിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തോ ആണ്. ആ ഒരു വലിച്ച ആഘാതത്തിൽ വന്നിട്ട് ടാപ്പിൻ്റെ മുകളിൽ കൊണ്ടിട്ട് താടി അടിച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് അവിടെ പറ്റിയത്. എന്തായാലും കണ്ണൊന്ന് തെറ്റിയാൽ വീണ് പറ്റിക്കൽ സർവ്വസാധാരണമാണ്. അപ്പം ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കണ്ണിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാണ് കൊണ്ട് നടക്കുന്നതാണ് അവനെ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കണ്ണൊന്ന് തെറ്റിയപ്പോൾ പറ്റിച്ച് വെച്ചൊരു അബദ്ധമാണ് കേട്ടോ ഇത്. നല്ല വേദന ഉണ്ടായിരുന്നു. കുട്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്ലഡും പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് അവനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അവനൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് സിസ്റ്റർ വന്നായിരുന്നേ. പിന്നെ പനിയൊന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ 2-3 കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരൊന്ന് റൂമിൽ നിന്ന് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ അവരിനി കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. ബാക്കി എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഏട്ടൻ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ ഞങ്ങളൊന്നും കഴിക്കേണ്ട പോകുന്നതാണ്. ഉച്ചയ്ക്ക് ചോറ് അമ്പലത്തിൽ പോയി കഴിക്കാമെന്ന് കരുതിയതാണ്. അതിനിടയ്ക്കാണ് അവൻ ഇത് പറ്റിച്ച് വെച്ചത്. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ അപ്പടി വീട്ടിൽ നിന്ന് നേരെ ഇങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും അഡ്മിഷനൊക്കെ ആയി വരുമ്പോഴേക്കും ലേറ്റായി. അപ്പോൾ ചോറെല്ലാം തീർന്നു കേട്ടോ. പിന്നുള്ളത് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അവൻ അങ്ങനെ ചവയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അവന് ഫ്രൈഡ് റൈസ് ആണേ പറഞ്ഞത്. പിന്നെ അവനത് ഇഷ്ടമാണ്. പിന്നെ ഈ സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഒരു 2 വീക്ക് 3 വീക്ക് ഒന്നും അവനങ്ങനെ ഹെവി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് വാങ്ങി. വെജിൻ്റെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഏട്ടന് ചപ്പാത്തിയാണേ വാങ്ങിയത്. ചപ്പാത്തി ഒരു ഫിഷ് കറിയും വാങ്ങി. ഞാൻ പിന്നെ അങ്ങനൊന്നും കഴിച്ചിട്ടില്ല. അവൻ ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോൾ അതിൽ ബാക്കി വന്നത് എന്തോ മിച്ചം വന്നത് ഞാൻ കഴിച്ചു. അപ്പോൾ വൈകിട്ട് അച്ഛനും അമ്മയും അതുപോലെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ മോള് വീട്ടിലാണുള്ളത്. ലിച്ചു മോളും ഒക്കെ കൂടി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് നോക്കിയതായിരുന്നു. അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് സിസ്റ്റേഴ്സ് വന്നിട്ട് അവന് 2-3 ടെസ്റ്റ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സൂചിയൊക്കെ വെക്കാനുണ്ട്, കയ്യിൽ ട്രിപ്പ് ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ സൂചി വെക്കാന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര പേടിയാണ് കേട്ടോ. ചെറിയ മോനല്ലേ. അതിൻ്റെതായ ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനിങ്ങനെ പറയുന്നുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും അവൻ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു, അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെയായി ഏകദേശം രാത്രിയായ സമയത്ത് ഏട്ടനും അച്ഛനും ഒക്കെ വരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് സർജറി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴേക്കും അവനെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോഷൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. സോപ്പൊന്നും യൂസ് ചെയ്യരുത്. ഈ ഒരു വെള്ളത്തിലോട്ട് ഈ ഒരു ലോഷൻ ഡൈലൂട്ട് ചെയ്തിട്ട് മേല് കഴുകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തല നനയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ്റെ പോയതിന് ശേഷം നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നോക്കിയതായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു ലോഷൻ അവിടെ കണ്ടു. പിന്നെ വേറെ എന്തോ ചെറിയ 2 സിറിഞ്ച്, വലിയൊരു സിറിഞ്ച്, പിന്നെ ഇതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ചെറിയതൊരു സംഭവമാണത്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഗ്ലൗസ്, ഒരു കിറ്റ്, എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. നല്ല എമൗണ്ട്, നല്ല അടിപൊളി എമൗണ്ട്. പക്ഷേ എമൗണ്ട് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ മെഡിക്കലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്നും നോക്കാതെ പ്രൈവറ്റിലോട്ട് തന്നെ പോകുന്നത്.
പിന്നെ ഇടയ്ക്ക് അച്ഛനും അമ്മയും അതുപോലെ തന്നെ മോളും ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അവര് 4 പേരും മോളോടി വന്ന് കുറച്ച് സമയം നിന്ന് അതിനുശേഷം അവരങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. മോള് പിന്നെ പോയില്ല, അവൾക്ക് ആകെ വിഷമം കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവള് ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റിൽ ഞങ്ങൾ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്നു. അവന് 2-3 ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നാളെ സർജറി ആയതുകൊണ്ട് അതിന് ചെറിയൊരു മെഡിസിൻ പാച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഈ ഉറക്കിന്റെ ക്ഷീണവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ വിളിച്ചതിന്റെ ഒരു ചടവും ആ ഇഞ്ചക്ഷൻ കണ്ടതിന്റെ ഒരു പേടിയാണ് അവന്റെ മുഖത്ത് കാണുന്നത്. ഒരുപാട് നേരം പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ വീഡിയോ കട്ട് ചെയ്ത് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു വിധത്തിൽ അതെടുത്തു. പിന്നെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഒരു ആത്മാർത്ഥതയാണ് കേട്ടോ. എന്നോടുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു 100% ഏട്ടനോടാണ് ഒരു അടുപ്പം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഏട്ടൻ അവൻ്റെ അടുത്ത് കൂടെ നിന്നത് കൊണ്ട് അവൻ അതൊക്കെ നല്ല മോനായിട്ട് സമ്മതിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് സിസ്റ്റർ പോയതിനു ശേഷം അവൻ കുറച്ച് സമയം ഉറങ്ങാനൊന്നും പറ്റില്ല. ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു. അതിന് ശേഷം എപ്പോഴും അവൻ അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ നാളെയാണ് സർജറി പറഞ്ഞത്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ഗുഡ് നൈറ്റ്.